അപ്പം നമുക്ക് അടുത്ത യാത്രയിലോട്ട് പോവാം. പ്രാവശ്യം നമ്മൾ നെന്മാറ വേലയ്ക്കാണ് പോണത്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ പാലക്കാട്. അപ്പോൾ അത്യാവശ്യം രാവിലെ ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ട്രെയിനിലുണ്ടായിരുന്നു. പിന്നെ ഞാനും എൻ്റെ കെട്ടിയനും കൂടെയാണ് വേല കാണാൻ പോയത്. അപ്പോൾ രാവിലെ തൊട്ട് ഫോണിൽ ഇരുന്നിട്ട് ഗെയിം കളിക്കാം. അങ്ങനെ കുറച്ചധികം യാത്രയ്ക്ക് ശേഷം നമ്മൾ കോട്ടയത്തെത്തിയൊക്കെയാണ്. എന്താണെന്നറിയില്ല, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം ഞങ്ങളൊക്കെ ശ്രദ്ധിക്കുമെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തെന്നില്ലാത്ത സൗന്ദര്യമാണ് പ്രകൃതിക്ക്. പാടവും അതും ഇതും എന്താ കാണാൻ നല്ല ഭംഗിയാണ്. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം. അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തി. പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. അങ്ങനെ നമ്മൾ ത്രാളിക്കാവെത്തി. വീശരുതിപ്പോൾ കാറേ നീ പെയ്യരുതിപ്പോൾ ആരും
പിന്നെ കുറച്ച് ദൂരത്തേക്ക് ചെറിയൊരു മഴയുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയൊക്കെ മാറി. പിന്നെ വീണ്ടും വെയിലായി. കിഴക്ക് വെളുത്തു വന്നേ, ഈ മാനം മിന്നിടുന്നേ, കണ്ട് കാത്തിരുന്ന കനവും ഫലിച്ചേ വെണ്ണേ, പൊന്നായ നെല്ലുമണികൾ കാറ്റിൽ കുണുങ്ങിടുന്നേ, എണ്ണിവെച്ച നെൽവിത്തെല്ലാം നന്നായി വിളഞ്ഞു വന്നേ. കൈത്തുണയ്ക്ക് കാത്തിരുന്ന കാലം മാറിപ്പോയേ, നമ്മ കാത്ത പാടമെല്ലാം നമുക്കിന്ന് സ്വന്തമായേ. ഐസ ഐസ കണ്ണാടി വളയിളക്കി തന്നെ നന്നാനേ, എടിയേ താനേ നന്നാനേ, കതിരറുക്ക് ഐസ കതിരറുക്ക് ഉശിരോടെ താനേ തന്നാനേ, താനേ തന്നാനേ. തന്നെ നന്നാനേ, തന്നെ നന്നാനേ. നെല്ലറുത്തു വെയത്ത് നിൽക്കും ചിന്ന രാജാവേ, എൻ ചിന്ന രാജാവേ, നിന്നൊപ്പം കൂടാൻ ഐസ ഒപ്പം കൂടാൻ ഞാനിരുപ്പേൻ. ചിന്ന രാജാവേ, എൻ ചിന്ന രാജാവേ, എൻ ചെല്ല രാജാവേ. നിൻ ചെന്നിറ കയ്യിൽ തൊട്ടാ ഞാൻ മൊത്തത്തിൽ ചുവക്കുമേ, നീ മൊത്തത്തിൽ ചോന്നുവെന്നാ ഞാൻ കാവലിനായിരുപ്പേ. നീ പത്തര മാറ്റു പൊന്നേ, ഞാൻ കാത്തിടാൻ കൈ. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിയിരിക്കുകയാണ് ഗേൾസ്. പാലക്കാട് റീച്ചായി, സ്റ്റേഷനെത്തി. അപ്പം നമ്മളവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ നേരെ പുറത്ത് വരുമ്പോഴത്തേക്കും അവിടെ ഒരു സ്റ്റേഡിയം ബസ് ഉണ്ടായിരുന്നു. അപ്പം നേരെ ബസ്സിൽ കയറി. പിന്നെ അവിടെ എത്തിയപ്പോൾ ആകെ മഴയായി ഗൈസ്. പിന്നെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ഇറങ്ങി, അവിടെ നിന്ന് അടുത്ത ബസ് പിടിച്ചു. അപ്പോഴത്തേക്കും നല്ല തകർത്ത മഴയായിരുന്നു. അപ്പം വേലയൊക്കെ മാറ്റി വയ്ക്കും എന്നുള്ള ടെൻഷനായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ വയൽ സൈഡായതുകൊണ്ട് വെള്ളമൊക്കെ കയറി ആകെ സീനാവുമെന്നൊക്കെ വിചാരിച്ച്. പറഞ്ഞപോലെ തന്നെ വെള്ളമൊക്കെ ആയി ആകെ മഴയും ആകെ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയി. ഗ്രാമഭംഗിയാണല്ലോ അവിടുത്തെ മെയിൻ. അപ്പോൾ പോകുന്ന വഴി ഫുള്ള് ഈ മുളങ്കാടും ആ തൂത്തുമൊക്കെ ആയിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വയലുകൾ, അങ്ങനത്തെ സെറ്റപ്പായിരുന്നു. പക്ഷെ കാണാനൊക്കെ നല്ല സൂപ്പർ, എന്താ പറയുക, ഒരു വ്യൂ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് അവിടുത്തെ. അങ്ങനെ നേരെ ഫ്രണ്ടിൻ്റെ വീടെത്തി. ഫ്രണ്ടിൻ്റെ വീട്ടിന് മുമ്പത്തെ വ്യൂ ആണ്. നല്ല രസമാണ്. മഴയൊക്കെ പെയ്തിട്ട് ആകെ ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു സൂപ്പർ വ്യൂ ആയിരുന്നു കാണാനൊക്കെ. പിന്നെ അവിടെ നിന്ന് നേരെ അവരെ വണ്ടി എടുത്തുകൊണ്ട് നേരെ നെന്മാറയ്ക്ക് വിട്ടു. പാലക്കാട് നാഷണൽ ഹൈവേ എന്നിട്ട് ഈ നടത്തുന്നവരിൽ കൂടെ ഒന്നും പോയത്. ആ വഴിക്ക് പോകുന്ന വഴിക്ക് അവിടുത്തെ ലുലുവാണ്. അങ്ങനെ ഫൈനലി നമ്മൾ നെന്മാറെത്തി. ഇപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ചധികം ബാക്കിലോട്ടായിപ്പോയി. വലുതായിട്ടൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. നമ്മൾ ചെന്നപ്പോഴത്തേക്കും ഒരു ദിവസത്തിൻ്റെ കഴിഞ്ഞാൽ ഇതിപ്പോൾ രണ്ടാമത്തെ ആയിരുന്നു. സാമ്പിൾ എടുക്കട്ടെന്ന് കാണാൻ പറ്റി.
അവിടെ നിന്ന് സാമ്പിൾ വെടിക്കെട്ടും കണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ചു. പിന്നെ അവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട്, പിന്നെ പിറ്റേന്ന് വെളുപ്പിന് വീട്ടിലോട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഓക്കെ, ബൈ.